ജിബൂട്ടിയിലെ ലേക്ക് അബ്ബെ എന്ന പ്രദേശത്തു നിന്നും തുടങ്ങിയ യാത്ര മറ്റൊരു പ്രകൃതി അത്ഭുതമായ ലേക്ക് അസൽ ലക്ഷ്യമാക്കി തുടരുകയാണ്. ദിഖിൽ എന്ന പട്ടണത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഞാനും ജിബൂട്ടിക്കാരായ ഇദ്രീസും മമാക്കിയും ഓരോ ബുന്ന കുടിച്ചിരുന്നു. എല്ലാവർക്കും വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഇദ്രീസ് ഞങ്ങളെ നയിക്കുന്നത്. അല്പം പച്ചപ്പൊക്കെയുള്ള ഒരു പ്രദേശമാണ്. കുറച്ചു ദൂരം കൂടി ഓടി ഇദ്രീസ് പറഞ്ഞതനുസരിച്ച് ഏതാനും വാഹനങ്ങൾ കിടക്കുന്ന ഒരു കോമ്പൗണ്ടിലേക്ക് സുരേഷ് വണ്ടി തിരിച്ചുവിട്ടു. ഇതൊരു റെസ്റ്റോറന്റാണത്രേ. ഈ വഴി പോകുന്ന ടൂറിസ്റ്റുകൾ ഉച്ചഭക്ഷണം കഴിക്കാനെത്തുന്ന സ്ഥലമാണിത്. പാൽമിയർ റെസ്റ്റോറന്റ് എന്നാണ് പേര്. തിണ്ണയിൽ മേശയ്ക്ക് ചുറ്റിലും ഇരിക്കുന്നവരെല്ലാം വിദേശികളാണ്. ഞാൻ കെട്ടിടത്തിനകത്തേക്ക് കയറി ചെന്നു. നമ്മുടെ പഴയ ടൂറിസ്റ്റ് ബംഗ്ലാവുകൾ പോലെ ഒരു സംവിധാനം. ജിബൂട്ടിയുടെ പ്രസിഡന്റ് ഇസ്മായിൽ ഒമറിന്റെ ചിത്രം ഭിത്തിയിൽ. ഉന്നത ഉദ്യോഗസ്ഥരായ ചിലരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതിലൊരാൾ ബാങ്ക് മാനേജറാണ്. സുരേഷിന് പരിചയമുള്ളയാൾ. ഇദ്രീസിനും ഇവിടെ പരിചയക്കാരുണ്ട്. മമാക്കിയും അവരോട് സംസാരിക്കുന്നു. എല്ലാവരുടെയും പ്ലേറ്റിൽ നിന്ന് അല്പമെടുത്തു കഴിക്കുന്നു. ഇദ്രീസ് ജീവനക്കാർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അഫാറി ഗോത്രഭാഷയിലായതിനാൽ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്കുള്ള ലഞ്ച് ഒരുക്കാനാണ് സുരേഷ് ഇദ്രീസിനോട് പറഞ്ഞിരിക്കുന്നത്. മമാക്കി വന്നപാടെ ഒരു പ്ലേറ്റിൽ ഭക്ഷണം വാങ്ങി അത് കഴിക്കാൻ ഇരുന്നു കഴിഞ്ഞു. വലിയ വിശപ്പാണ് മമാക്കിക്ക്. കുറച്ചുനേരം ഇരുന്നും പിന്നെ നടന്നുമൊക്കെ തിന്നുന്നു മമാക്കി. ഇദ്രീസ് ആകട്ടെ അയാളുടെ പ്ലേറ്റിൽ നിന്നും കുറെ വാരിയെടുത്ത് അകത്താക്കുന്നു. ഫ്രൈഡ് റൈസ് പോലൊരു സംഗതിയും ഇവിടെ ഫ്രൂം എന്നറിയപ്പെടുന്ന റൊട്ടിയും കൂടിയാണ് കഴിക്കുന്നത്. ബാങ്ക് ഉദ്യോഗസ്ഥർ ഒരു ഭാഗത്തിരുന്ന് കഴിക്കുന്നു. ഞങ്ങൾ റെസ്റ്റോറന്റിന്റെ തിണ്ണയിൽ ഇരിക്കാമെന്ന് തീരുമാനിച്ചു. തിണ്ണയിലാണ് ടൂറിസ്റ്റുകളെല്ലാം വന്നിരിക്കുന്നത്. അകത്തിരിക്കുന്നതിലും സുഖം ഇവിടെയാണ്. 30ഓളം ടൂറിസ്റ്റുകൾ തിണ്ണയുടെ പല ഭാഗങ്ങളിലായി ഇരിപ്പുണ്ട്. ഒരുപക്ഷെ ലേക്ക് അബ്ബയിലേക്ക് പോകുന്നവരാകാം ഇവർ. ഇദ്രീസ് വഴിയാണ് സുരേഷ് റെസ്റ്റോറന്റിലെ വെയിറ്ററുമായി ആശയവിനിമയം നടത്തുന്നത്. ഭക്ഷണം ഓർഡർ ചെയ്യുകയാണ്. ഫ്രൈഡ് റൈസും നൂഡിൽസും എല്ലാമുണ്ട് വിഭവങ്ങളിൽ. അതിനൊക്കെ ഇവിടെ മറ്റു പല പേരുകളാണ്. മമാക്കി ഇപ്പോൾ വിളമ്പുകാരന്റെ റോളിലാണ്. സാലഡും ഉരുളക്കിഴങ്ങ് കറിയും ഫ്രൈഡ് റൈസും മറ്റുമാണ് ഓർഡർ ചെയ്തത്. കൊക്കക്കോളയുമുണ്ട്. ഇദ്രീസിനും മമാക്കിക്കും അത് നിർബന്ധമാണ്. ഫ്രൂം എന്ന് ഇവിടെ അറിയപ്പെടുന്ന ബ്രെഡ് ഇതാണ്. ഫ്രൈഡ് റൈസിന് ഇവിടെ പ്രത്യേക രൂപമാണ്. നിറം കലർത്തിയ അരിയുമുണ്ടതിൽ. റൈസിൽ ഉരുളക്കിഴങ്ങ് ചാറുമൊഴിച്ച് ഞങ്ങൾ കഴിച്ചു തുടങ്ങി. മലയാളി സുഹൃത്തുക്കളായ ജോസിയും ബിനോയിയും കൂടെയുണ്ട്. പച്ചക്കറി കൊത്തിയരിഞ്ഞിട്ട് സാലഡാണ് കേമൻ. ഫ്രഷ് പച്ചക്കറിയുടെ നല്ല ഗംഭീരൻ സാലഡ്. മറ്റു വിഭവങ്ങൾക്ക് വലിയ രുചിയൊന്നുമില്ലെങ്കിലും വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഞങ്ങളത് അകത്താക്കിക്കൊണ്ടിരുന്നു. ഇദ്രീസാണ് തീൻമേശയിലെ താരം. ഇത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്ലേറ്റാണ്. ഭക്ഷണകാര്യത്തിൽ മടിച്ചു നിൽക്കുന്നവരല്ല ഇവരൊന്നും. മിച്ചമുണ്ടായിരുന്ന കൊക്കക്കോള ഒരു കുപ്പിയിലേക്ക് ഊറ്റിയെടുത്തു ഇദ്രീസ്. റെസ്റ്റോറന്റിൽ നിന്നും ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഇനിയും കുറേ ദൂരം പോകേണ്ടതുണ്ട് ലേക്ക് അസലിലെത്താൻ. വണ്ടിയിൽ കയറി റെസ്റ്റോറന്റ് കെട്ടിടത്തിന്റെ സമീപത്തുകൂടി യാത്ര തുടർന്നു. ദിഖിൽ പച്ചപ്പുള്ള പ്രദേശമാണ്. ഇവിടെ ചില ജലസ്രോതസ്സുകളുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷിയുടെ ഒരു ഏരിയയാണിത്. ഈന്തപ്പനകളും ചെറുമരങ്ങളും ചെടികളും വളർന്നു നിൽക്കുന്നു. ഇടയ്ക്കിടെ മഴ ലഭിക്കുന്ന പ്രദേശം കൂടിയാണിത്. കനത്ത മഴയാണ് പെയ്യുക. മഴയ്ക്ക് ഇവിടെ പ്രത്യേക സീസണില്ല. ഹൈവേയിലേക്ക് കയറുമ്പോൾ ലോറികളുടെ ഘോഷയാത്രയാണ് കാണുന്നത്. പാതയോരത്ത് കല്ലുകൾ ചെറുകൂനകളായി കൂട്ടിവെച്ചിരിക്കുന്നു.
ഖബർസ്ഥാനാണിത്. ഒരു മല കയറിയാണ് പോകുന്നത്. ഇവിടെയൊന്നും പച്ചപ്പിന്റെ നാമ്പ് പോലുമില്ല. ലേക്ക് അസലിലേക്കെത്തും മുൻപ് തന്നെ പ്രകൃതിയുടെ നിരവധിയായ അത്ഭുതങ്ങൾ കാണാനുണ്ട്. കുന്നുകളും താഴ്വരകളും ഗർത്തങ്ങളുമെല്ലാമുള്ള ഭാഗങ്ങളിലൂടെയാണ് പോകുന്നത്. റോഡിൽ നിറഞ്ഞു നീങ്ങുകയാണ് ലോറികൾ. കാറും ബസ്സും ഒന്നുമില്ല, ലോറികൾ മാത്രം. അതെല്ലാം എത്യോപ്യയിലേക്കുള്ളത് മാത്രമാണ് താനും. മരുഭൂമിയിലൂടെ നീണ്ടുപോകുന്ന ഇലക്ട്രിക് ലൈൻ. ഏതോ കാലത്ത് ലാവ ഒഴുകിപ്പരന്ന മണ്ണ്. അതിന് നടുവിലൂടെയുള്ള പാതയിലൂടെ ഞങ്ങൾ മുന്നോട്ടു കുതിക്കുകയാണ്. ജിബൂട്ടി പോർട്ടിലേക്ക് പോകുമ്പോൾ ട്രെയിലർ മുകളിൽ കയറ്റിവെച്ചാണ് ലോറി പോവുക. മടങ്ങുമ്പോൾ അത് താഴെ ഇറക്കി ചരക്ക് കയറ്റി ഓടിക്കുകയും ചെയ്യും. ജിബൂട്ടി പോർട്ടിനു സമീപം ഇത്തരം ട്രെയിലറുകൾ ലോറിയിൽ നിന്ന് താഴെ ഇറക്കാനുള്ള പല റാമ്പുകളുണ്ട്. മെഷീനറികൾ, തുണി, ധാന്യങ്ങൾ, എണ്ണ, ഇരുമ്പ്, ഉരുക്ക്, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിങ്ങനെ വിവിധങ്ങളായ സാധനങ്ങളാണ് ജിബൂട്ടി പോർട്ടിൽ വന്നിറങ്ങി എത്യോപ്യയിലേക്ക് നീങ്ങുന്നത്. ചരക്ക് ലോറികളുടെ ഘോഷയാത്ര തന്നെയാണിവിടെ. ഇടയ്ക്ക് ചില ഗ്രാമങ്ങൾ കാണാം. കല്ലുപടുത്തുണ്ടാക്കിയ വീടുകളുള്ള ഗ്രാമങ്ങൾ. മൗളൌദ് എന്ന ഗ്രാമമാണിത്. ജിബൂട്ടി പോർട്ടിനും അഡിസ് അബാബയ്ക്കുമിടയിൽ നീങ്ങുന്ന ലോറിക്കാരുടെ ഒരു ഇടത്താവളമാണ് മൗളൌദ്. തെല്ലൊരു പ്രാകൃതമാണ് കാഴ്ചകളെല്ലാം. 600-ൽ താഴെ മാത്രം ആളുകൾ സ്ഥിരവാസികളായുള്ള ഗ്രാമം. ബുന്നക്കടകളും ടയർ പഞ്ചറൊട്ടിക്കുന്ന കടകളുമെല്ലാം പാതയോരത്ത് കാണാം. മരുഭൂമി തന്നെയാണ് ഇവിടമെല്ലാം. ട്രെയിലർ വഹിച്ചുകൊണ്ട് ജിബൂട്ടി തുറമുഖത്തേക്ക് പോകുന്ന ലോറികൾ. കണ്ടെയ്നറുകളും കയറ്റി തുറമുഖത്തു നിന്നും മടങ്ങുന്ന ലോറികൾ. ആഴ്ചയിൽ 2 തവണ ഇവർക്ക് അഡിസ് അബാബയിൽ നിന്ന് ജിബൂട്ടി പോർട്ടിൽ വന്ന് ചരക്കെടുത്തുകൊണ്ടു പോകാൻ കഴിയും. പലയിടത്തും ചെക്ക് പോയിന്റുകളുണ്ട്. അവിടെയൊക്കെ തടസ്സങ്ങൾ നേരിടും. ചരക്ക് നീക്കത്തിന് പിന്നിൽ വലിയൊരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. കോൺട്രാക്ടർമാരുടെ ചില സംഘങ്ങളുണ്ട്. ഒരു അധോലോകം പോലെയാണ് അവരുടെ പ്രവർത്തനം. പലപ്പോഴും അന്യായ കടത്തുകൂലിയാണ് അവർ നിശ്ചയിക്കുക. സുരേഷ് ജോലി ചെയ്യുന്ന കമ്പനി അത്തരം ആളുകളുമായൊക്കെ നിരന്തരം ബന്ധപ്പെടുന്നതാണ്. യഥാർത്ഥത്തിൽ വരുന്ന തുകയുടെ പല മടങ്ങുവരെ അധിക തുക ഈടാക്കിയിരുന്നു മാഫിയകൾ. എന്നാൽ ജിബൂട്ടി പോർട്ടിനെയും അഡിസ് അബാബയെയും ബന്ധിപ്പിച്ച് പുതിയ റെയിൽവേ ലൈൻ വന്നതോടെ അവരുടെ ബിസിനസ് സാമ്രാജ്യം ഉലഞ്ഞു. അതോടെ നിരക്കുകൾ വളരെ കുറയ്ക്കാൻ അവർ നിർബന്ധിതരാവുകയും ചെയ്തു. സുരേഷ് ജോലി ചെയ്യുന്ന ഈസ്റ്റ് ആഫ്രിക്ക ഹോൾഡിംഗ്സിന് ജിബൂട്ടിയിൽ നിന്നും സാധനങ്ങൾ കയറ്റി അയക്കാൻ ധാരാളം ട്രക്കുകൾ വാടകയ്ക്കെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. റെയിൽവേ ലൈൻ വന്നതോടെ കാര്യങ്ങൾ എളുപ്പമായി. കുറഞ്ഞ തുകയ്ക്ക് റെയിൽവേ വഴി സാധനങ്ങൾ എത്യോപ്യയിൽ എത്തിക്കാനാവും. ഒറ്റ ദിവസം കൊണ്ട് ജിബൂട്ടി സിറ്റിയിൽ നിന്ന് അത് അഡിസ് അബാബയിൽ എത്തുകയും ചെയ്യും. ജിബൂട്ടി സിറ്റിക്കും അഡിസ് അബാബയ്ക്കുമിടയിലെ ചരക്കു നീക്കത്തിൽ വലിയ വിപ്ലവമാണ് റെയിൽവേ കൊണ്ടുവന്നത്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകമനേകം കാഴ്ചകൾ. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. യാത്രയ്ക്കിടെ ഒരു ഗ്രാമത്തിന്റെ സൂചന കണ്ട ഒരിടത്ത് വണ്ടി നിർത്താൻ ഞാൻ പറഞ്ഞു. കൽക്കൂമ്പാരത്തിൽ ചിലർ നിൽക്കുന്നുണ്ട്. എന്റെ ക്യാമറ കണ്ടതോടെ അവർ ചാടിയിറങ്ങി മറയുകയും ചെയ്തു. മമാക്കിയും അതിനു മുൻപേ ഇദ്രിസും പോകുന്നുണ്ട്. ആ ഗ്രാമം എന്നെ കാണിക്കാനുള്ള നടത്തമാണ്. വലിയൊരു ഗ്രാമം അവിടെയുള്ളതിന്റെ സൂചനയൊന്നുമില്ല. പുൽനാമ്പ് പോലും കിളിർക്കാത്ത വരണ്ട മണ്ണിന്റെ കൂന. ആ തിട്ട കയറിയിറങ്ങുമ്പോൾ കുറെ കല്ലുകൾ അങ്ങിങ്ങായി കൂട്ടിവെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇതെന്താണ് സംഗതിയെന്ന് എനിക്ക് മനസ്സിലായില്ല.
ഇദ്രിസ് അത്തരമൊന്നിനടുത്തുനിന്ന് എനിക്ക് കാര്യം വിശദീകരിച്ചു തന്നു. ഈ കൽക്കൂന ഒരു ആട്ടിൻകൂടാണ്. അതിലെങ്ങനെയാണ് ആടിനെ സൂക്ഷിക്കുന്നതെന്നും ഇദ്രിസ് കാണിച്ചു തന്നു. ആടുകളെ അതിനകത്തു കയറ്റിയിട്ട് വാതിൽപൊത്ത് കല്ലുകൾ വെച്ചടയ്ക്കുന്നു. മരുച്ചെന്നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് ആടുകളെ രക്ഷിക്കാനാണത്. ഈ കുന്നിൻ ചെരുവിൽ ഇങ്ങനെ പല ആട്ടിൻകൂടുകളുണ്ട്. പണ്ട് മനുഷ്യരും ഇവിടെ ഇങ്ങനെയാണത്രേ വസിച്ചിരുന്നത്. ഇങ്ങനെ കാണുമ്പോൾ വെറുമൊരു കൽക്കൂനയാണെന്നേ തോന്നൂ. ഒറ്റപ്പെട്ട ആടുകൾ ഇവിടെയുണ്ട്. ഞാനത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കെ ശകാരവർഷവുമായി ഒരു സ്ത്രീ എത്തി. 2 പിള്ളേരുമുണ്ട് കൂടെ. രോഷാകുലയായ സ്ത്രീ ഒരു കല്ലെടുത്ത് എന്നെ എറിയാൻ വരികയാണ്. കൂടുതൽ സ്ത്രീകളെത്തുന്നു. ജിബൂട്ടിയിലെ മറ്റെല്ലാ ഗ്രാമത്തിലും ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരിട്ട പ്രശ്നം ഇതായിരുന്നു. ഇദ്രിസ് സ്ത്രീയെ പിടിച്ചു നിർത്തുന്നു. അവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇദ്രിസ് എന്തെല്ലാമോ അവരോട് പറയുന്നുണ്ട്. ഉടനെ കാശു തരണമെന്നാണ് സ്ത്രീ ആവശ്യപ്പെടുന്നത്. വലിയ ഉടക്കാണ്. ഇദ്രിസാകട്ടെ നയചാതുരിയോടെയാണ് ഇടപെടുന്നത്. താൻ പോലീസുകാരനാണെന്ന് പറയും. കുഞ്ഞിനെ കൊഞ്ചിക്കും. കുറെ വിശേഷങ്ങൾ പറയും. ഇദ്രിസ് വഴക്കാളികളെ അനുനയിപ്പിക്കുന്ന നേരം കൊണ്ട് ഞാൻ ഗ്രാമീണരുടെ വീടുകളും മറ്റും ക്യാമറയിലാക്കി. പടുതയും പഴന്തുണിയും ഒക്കെ കൊണ്ട് പൊതിഞ്ഞുകെട്ടിയ കുടിൽ. വഴിയരികിൽ നിന്നും ശേഖരിക്കുന്ന പഴയ ടയറും കല്ലും വെച്ചാണ് വേലിക്കെട്ട്. ഈ കൊടും ചൂടിൽ വരണ്ട ഈ മരുഭൂമിയിൽ ജീവിതം എത്ര ദുരിതപൂർണമാണെന്ന് ചിന്തിച്ചു പോകുന്നു. ആ സ്ത്രീകളും കുട്ടികളുമെല്ലാം ചെറുകുടിലുകളിൽ വസിക്കുന്നവരാണ്. വഴക്കാളികളുടെ അടുത്തുനിന്നും വന്ന ഇദ്രിസ് താൻ അവർക്ക് അല്പം പണം നൽകാമെന്ന് ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനും അത് സമ്മതിച്ചു. തൊട്ടപ്പുറത്തും കുടിലുകളുണ്ട്. അവിടെ നിന്നും 1-2 സ്ത്രീകൾ ഇറങ്ങി വന്നു. തഴപ്പായ പോലെയുള്ള എന്തോ കൊണ്ടാണ് കുടിലിനു ചുറ്റും കെട്ടിയിരിക്കുന്നത്. എന്നെ കല്ലെറിയാൻ വന്ന സ്ത്രീകളുമായി ഇദ്രിസ് ലോഹ്യത്തിലായിരിക്കുന്നു. അഫാർ ഗോത്രത്തിൽപ്പെട്ടയാളാണ് ഇദ്രിസ്. അതേ ഗോത്രത്തിൽപ്പെട്ടവർ തന്നെയാണ് ഈ ഗ്രാമീണരും. ഇസാ ഗോത്രക്കാരായിരുന്നു ഇവരെങ്കിൽ ഇത്ര എളുപ്പത്തിൽ ഇദ്രിസിന് സൗഹൃദം സ്ഥാപിക്കാനാവുമായിരുന്നില്ല. ഗോത്രങ്ങൾ തമ്മിൽ കടുത്ത ശത്രുത നിലനിൽക്കുന്ന പല ഗ്രാമങ്ങളുമുണ്ടിവിടെ. രൂപഭാവങ്ങൾ, പല്ല് എന്നിവയിൽ നിന്നൊക്കെ ഗോത്രങ്ങളെ തിരിച്ചറിയാം. ആഫ്രിക്കൻ സ്ത്രീകളിൽ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു വിഭാഗം അഫാർ ഗോത്രത്തിലേതാണെന്നാണ് പറയുക. എന്നാൽ ഗോത്രനിയമങ്ങളുടെ കാർക്കശ്യത്തിനും പുരുഷാധിപത്യത്തിനും അടിപ്പെട്ടാണ് ഇവരുടെ ജീവിതം. മുസ്ലിങ്ങളാണെന്നതിനാൽ മുതിർന്ന സ്ത്രീകൾ മുഖമൊഴികെയുള്ള ശരീരഭാഗങ്ങളെല്ലാം മറയ്ക്കുന്ന വസ്ത്രമണിഞ്ഞാണ് നടക്കുക. ഇവിടെ കുന്നുകൾക്ക് നടുവിലൂടെ ഒരു വാതി ഒഴുകുന്നുണ്ടായിരുന്നു. മഴ പെയ്യുന്ന വേളയിൽ രൂപപ്പെടുന്ന നീർച്ചാലാണ് അത്. വാതിയുടെ അപ്പുറത്തുമുണ്ട് ഒരു വീട്. അവിടേക്കാണ് മമാക്കി എന്നെ നയിക്കുന്നത്. ഈ നടത്തത്തിനിടയിലും ഞാൻ ചിന്തിക്കുന്നത് ഇവരുടെ ജീവിതത്തെക്കുറിച്ചാണ്. ആട്, ഒട്ടകം എന്നിവയെ വളർത്തിയാണ് ഇവിടെ ആളുകൾ കഴിഞ്ഞുകൂടുന്നത്. ഓരോ കുടുംബത്തിനും 30 മുതൽ 100 വരെ ആടുകളുണ്ടാവും. പുരുഷന് 4 വരെ ഭാര്യമാരുണ്ടെന്നതാണ് സാധാരണ കണക്ക്. പെൺകുട്ടികൾക്ക് 10 വയസ്സാവുമ്പോഴേക്കും ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു പുരുഷൻ അവളെ വിവാഹം കഴിക്കുന്നു. നല്ല കാറ്റുള്ള പ്രദേശമാണിത്. മമാക്കിയുടെ വസ്ത്രത്തിലേക്ക് നോക്കിയാൽ കാറ്റിന്റെ ശക്തി അറിയാം. ഗോത്രകൂടാരങ്ങൾ കാറ്റിൽ പറന്നു പോകുമെന്ന് തോന്നും. ഉരുളൻ കല്ലുകളുടെ വലിയൊരു താഴ്വാരം. ഇദ്രിസ് കൂടി വന്നെത്തി. ഈ സ്ത്രീയുടെ വീടാണിത്. അതിനകമൊന്ന് കയറി കാണാനാണ് അനുവാദം ചോദിച്ചത്. സ്ത്രീ അത് സമ്മതിച്ചെന്ന് തോന്നുന്നു. വലിയ തഴപ്പായ പോലുള്ള ഒരു സാധനമാണ് കുടിലിന്റെ പ്രധാന നിർമ്മാണ വസ്തു. ഞാൻ കുടിലിനകത്തു കയറി. ഇവിടെ കുറച്ചു പാത്രങ്ങളൊക്കെയുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ട കൊട്ടക്കൂടാരത്തിനേക്കാൾ ഭേദമാണിത്. അല്പം ഉയരവുമുണ്ട്.
ഒരു കുട്ടി കരയാൻ തുടങ്ങിയിരിക്കുന്നു. ഇദ്രിസ് അതിനെ എടുത്ത് അമ്മയ്ക്ക് നൽകി. ഈ കുട്ടിയെ ഇവിടെയിട്ടാണ് സ്ത്രീ എന്നെ വഴക്കു പറയാൻ അവിടേക്ക് വന്നത്. ചുള്ളിക്കമ്പുകൾ കൊണ്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കി അതിനുമേൽ പായും പടുതയും വിരിച്ചിട്ടിരിക്കുന്നു. ഇദ്രിസ് പുറത്തുനിന്നും മറ്റൊരു സാധനം എടുത്തു വന്നു. തഴപ്പായ പോലെ അല്പം കട്ടിയുള്ള ഒന്ന്. അത് പുറത്ത് ഉണങ്ങാനിട്ടിരിക്കുകയായിരുന്നു. ഇത് നിലത്ത് വിരിച്ചാണ് കുട്ടികളും മുതിർന്നവരുമൊക്കെ കിടന്നുറങ്ങുന്നത്. നൂറ്റാണ്ടുകളായി ഈ മരുഭൂമിയിലെ മനുഷ്യരുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ഇവിടുത്തെ ജീവിതം എങ്ങനെയാണെന്നാണ് ഇദ്രിസ് പറഞ്ഞു തരുന്നത്. ഈ പായയിൽ കിടന്നുറങ്ങാം. നിലം അടിച്ചുവാരാനുള്ള ചൂല് നമ്മുടെ നാട്ടിലെ ചൂല് പോലെ തന്നെയുണ്ട്. ഒരു ഭാഗത്ത് കുറെ ഭാണ്ഡങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. അരിയും മറ്റു ധാന്യങ്ങളുമെല്ലാം സൂക്ഷിക്കുന്നത് ഇങ്ങനെയാണ്. പണ്ട് വള്ളിക്കൊട്ടകളിലായിരുന്നത്രേ അതൊക്കെ സൂക്ഷിച്ചിരുന്നത്. വൃത്തിയും അടുക്കും ചിട്ടയും ഒന്നുമില്ല. പുരുഷന്മാർ ആടിനെ മേയ്ക്കാൻ പോകും. ആടിനെ വിൽക്കുമ്പോൾ കിട്ടുന്ന ചെറിയ തുക കൊണ്ടാണ് ഇവർ അവശ്യ സാധനങ്ങൾ വാങ്ങുക. ഈ താഴ്വരയിൽ പല വീടുകളുണ്ട്. പലതും കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ്. ഉറക്കത്തിൽ നിന്നെണീറ്റ കുഞ്ഞ് ഇപ്പോൾ അമ്മയുടെ ഒക്കത്താണ്. കൂടാരത്തിനടുത്തുനിന്നും ഞങ്ങൾ നടന്നു. വാഹനം നിർത്തിയിട്ടിരിക്കുന്നിടത്തേക്ക് ഇനി ഏറെ പോകാനുണ്ട്. കണ്ണെത്താ ദൂരം പരന്നുകിടക്കുന്ന മരുഭൂമി. ഇവിടെ അടുത്തെങ്ങും മറ്റൊരു ഗ്രാമമില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇവരെ ഒന്നും സഹായിക്കാൻ പോലും ആരുമുണ്ടാവില്ല. ജിബൂട്ടി സിറ്റിയിലേക്ക് പോകണമെങ്കിൽ ഹൈവേയിലൂടെ വരുന്ന ഏതെങ്കിലും ലോറി തടഞ്ഞു നിർത്തി അതിൽ കയറേണ്ടി വരും. ഹൈവേയിൽ ലോറികൾ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ശബ്ദവും മുഴക്കവും എപ്പോഴും താഴ്വരയിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കും. അതിലൂടെ ടാങ്കറുകളിലും കണ്ടെയ്നർ ട്രക്കുകളിലുമായി കോടികളുടെ ഉൽപ്പന്നങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം കണ്ടുകൊണ്ട് കുറെ ദരിദ്രർ ഈ കൊടുംവെയിലിൽ മരുഭൂമിയിൽ അങ്ങനെ ജീവിക്കുന്നു. എന്തൊരു വിചിത്രമായ ജീവിതം! ആഫ്രിക്ക എന്ന വൻകര എത്രയോ കോടി സ്ക്വയർ കിലോമീറ്ററിൽ പരന്നുകിടക്കുകയാണ്. അതിൽ ചില ജീവിതങ്ങൾ ഇങ്ങനെ പുലരുന്നു. ചരിത്രത്തിൽ എവിടെയും വരാത്ത, ലോകത്തിന്റെ ഗതിയിൽ ഒരു പ്രസക്തിയുമില്ലാത്ത ജീവിതങ്ങൾ. ഞങ്ങൾ യാത്ര പറയുകയാണ്. നേരത്തെ എന്നെ കല്ലെറിയാൻ വന്ന സ്ത്രീ ഇദ്രിസിനോട് തങ്ങളുടെ ദുരിതങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ആദ്യത്തെ രൗദ്രഭാവമൊക്കെ വെടിഞ്ഞ് ഇപ്പോൾ അവർ വളരെ ഫ്രണ്ട്ലി ആയിരിക്കുന്നു. എന്തെങ്കിലും കാര്യമായിട്ട് തരണം എന്നൊക്കെ അവർ ഇദ്രിസിനോട് ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊരു വീടിന്റെ മുന്നിലൂടെ വേണം പോകാൻ. അവിടെയെല്ലാം കുറെ സ്ത്രീകളും കുട്ടികളുമുണ്ട്. ഇവരൊക്കെ പാറക്കെട്ടുകൾക്കിടയിൽ എവിടെയോ ഒളിച്ചിരിക്കുകയായിരുന്നെന്ന് തോന്നി. ഞങ്ങൾ ഇവിടേക്ക് വന്നപ്പോൾ അധികമാരെയും കണ്ടിരുന്നില്ലല്ലോ. ഓരോ വീട്ടിലും 4ഉം 5ഉം കുട്ടികളുണ്ട്. ഗ്രാമീണ സ്ത്രീകൾക്ക് എന്തു നൽകണമെന്നത് സംബന്ധിച്ച് ഇദ്രിസും സുരേഷും തമ്മിൽ ചർച്ചയിലാണ്. കാര്യമായ എന്തെങ്കിലും നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചു. ആ ദാരിദ്ര്യം നേരിൽ കണ്ടതാണല്ലോ. സുരേഷാണ് പണം നൽകിയത്. സ്ത്രീകൾക്ക് സന്തോഷം. അവർ മടങ്ങി. ഞങ്ങൾ യാത്ര തുടരുകയാണ്. ദീർഘമായ യാത്രയാണ് ഇനിയും. പക്ഷേ അത് മുഴുവൻ ഈ ഹൈവേയിലൂടെയല്ല. വിശാലമായ മരുഭൂമി, വഴിയരികിൽ ഒട്ടകങ്ങൾ, കാലി കണ്ടെയ്നറുകളുമായി ജിബൂട്ടി പോർട്ടിലേക്ക് നീങ്ങുന്ന ട്രക്കുകൾ. പോർട്ടിലേക്കുള്ള ദിശയിലാണ് ഞങ്ങളുടെയും യാത്ര. നേർരേഖ പോലുള്ള പാത. കുറച്ചുകൂടി മുന്നോട്ടു പോയാൽ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. അവിടെ നിന്നും മറ്റൊരു ദിശയിലേക്ക് തിരിഞ്ഞു പോകണം. ഇദ്രിസിന് ഒരു പ്രധാന ആവശ്യമുണ്ട്. അടുത്ത അങ്ങാടിയിൽ നിന്നും ഘാട്ട് ഇല വാങ്ങണം. ആ ലഹരി ഇലയുടെ സ്റ്റോക്ക് തീർന്നിരിക്കുന്നു. ഭക്ഷണം കഴിഞ്ഞാൽ ഘാട്ട് ചവയ്ക്കണമെന്നത് ഇദ്രിസിനും മമാക്കിക്കും നിർബന്ധമാണ്. ആ ലഹരിയിൽ അവരങ്ങനെ കുറേ നേരം മയങ്ങിക്കിടക്കും. ഒരു ലോറി താവളത്തിന് സമീപത്തേക്ക് എത്തി.
അടുത്തെവിടെയെങ്കിലും ഘാട്ട് കിട്ടുന്ന കടയുണ്ടാവുമെന്ന് ഇദ്രിസിന് ഉറപ്പുണ്ട്. ചെറിയൊരു ഗ്രാമമാണിത്. നമ്മുടെ നാട്ടിലെ മുറുക്കാൻ കട പോലുള്ള ഘാട്ടുകടകൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ധാരാളം ലോറിക്കാർ വിശ്രമത്തിനിറങ്ങുന്നിടത്ത് തീർച്ചയായും ഘാട്ടുകടകളും ഘാട്ടുശാലകളും ഉണ്ടാവേണ്ടതുമാണ്. ഘാട്ട് എന്ന ലഹരിയിലേക്ക് വേണ്ടി ആ ലോറി താവളത്തിലൂടെ ഞങ്ങൾ സഞ്ചാരം തുടർന്നു.